ആ ചേച്ചി ആ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണൂല കേട്ടാ. അതെന്താ? അല്ല, ആ ചാക്കോച്ച സാറ് വിളിച്ചിരുന്നു. സാർ ആ കാഞ്ഞിരപ്പള്ളിയിലെ ബന്ധുവിന്റെ വീട്ടിൽ പോവേണമെന്ന്. പിന്നെ അന്നാമച്ചേട്ടത്തി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കള്ളന്മാരുടെ ശല്യമല്ലേ. വീട്ടുകാവലിന് ചാക്കോ സാറ് വരുന്നത് വരെ എന്നോടങ്ങ് ചെല്ലാൻ പറഞ്ഞു. പിന്നെ വലിയ ആൾക്കാർ പറയുമ്പോ കേട്ടില്ല എന്ന് വയ്ക്കാനും പറ്റൂലല്ലോ. സത്യം പറഞ്ഞ ഞാൻ പലപ്പോഴും ആലോചിക്കും, അന്നാമച്ചേട്ടത്തെ പോലുള്ളവരെ 1-2 ദിവസം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്ന്. നേരെ VIP ഗസ്റ്റ് ആയിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ അത് വലിയ മതിപ്പാ. മതിപ്പിന് വേണ്ടിയൊന്നുമല്ല. സിറ്റി വന്നതിന് ശേഷം ഗസ്റ്റ് എന്ന് പറയാൻ ആരുമില്ല. ഒരു സൽക്കാരത്തിന്, സ്നേഹത്തിന്. അയ്യോ ചേച്ചി, എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട, അന്നാമച്ചേട്ടത്തി വിളിക്കണം. ആ വീടുമായിട്ടൊരു ബന്ധോ സ്നേഹോ ഒക്കെ കിട്ടും. പിന്നെ ചാക്കോ സാറിന് അറിയാലോ, പൂത്ത കാശ. നാളൊരു സമയത്ത് നമുക്കത് ഗുണം ചെയ്യുകയും ചെയ്യും. ആ ഐഡിയ കൊള്ളാം. നീ പറഞ്ഞ നേരെ. കൊള്ളാവുന്ന ഒരാളിനെ 4-5 ദിവസം ഗസ്റ്റ് ആക്കിയ നമുക്ക് 2 ദിവസം സമയം പോയി കിട്ടും. അത് മാത്രമല്ല, 2 കുടുംബങ്ങൾ തമ്മിൽ അടുക്കാൻ കാരണമാവും. പക്ഷേ വിളിച്ച അന്നമ്മച്ചേട്ടത്തി വരുമോ? ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ചേട്ടത്തി, ഇത് ഞാനാ, മായ. എന്നാ മായ രാത്രിയില്? അല്ല, ചാക്കോച്ച സാറ് ദൂരയാത്ര പോകുന്നു. അന്നാമ്മച്ചേട്ടത്തി 2 ദിവസത്തേക്ക് ഒറ്റയ്ക്ക് കാണുന്നൊക്കെ മണിയും പറഞ്ഞു. ശരിയാ കേട്ടോ. ചേട്ടത്തി, അങ്ങനെയാണെങ്കില് 2 ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചൂടെ? എന്നാ മായ പെട്ടെന്നിങ്ങനെ? അല്ല, കുറച്ചു കാലമായി ഞങ്ങൾ വിചാരിക്കുന്നു ചേട്ടത്തിയെ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വിളിക്കണമെന്ന്. അതിപ്പോ അച്ചായം കൂടെ വരട്ടെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ചേട്ടത്തി വരണം, വന്നേ പറ്റൂ. എതിരൊന്നും പറയല്ലേ. ശരി, നിങ്ങക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം. ശരി എന്നാ. അപ്പോ അന്നാമ്മച്ചേട്ടത്തി ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഗസ്റ്റ്. മണിയാ, ഇതാര്? സുമച്ചേച്ചിയാ? എങ്ങോട്ടാടാ? ഇതെന്തൊക്കെയാ കിറ്റില്? ചിക്കൻ, മട്ടൻ, ഫിഷ്, ബീഫ്, പൈനാപ്പിള്, ഐസ്ക്രീം പൗഡർ, ബിരിയാണി റൈസ്. അല്ല, എവിടെയെങ്കിലും ആഘോഷമുണ്ടോ? നമ്മുടെ അന്നമ്മച്ചേട്ടത്തി അതിഥിയായിട്ടെത്തുന്നു. ഒന്ന് തെളിച്ചു പറ എന്റെ മണിയാ. എന്റെ ചേച്ചി, അശോക സാറിന്റെ മായ ചേച്ചിയുടെ വീട്ടിൽ നമ്മുടെ അന്നമ്മച്ചേട്ടത്തി അതിഥിയായിട്ടെത്തുന്നെന്ന്. മനസ്സിലായില്ല ചേച്ചി, സിറ്റിയിൽ ഇപ്പൊ മൊത്തം ന്യൂക്ലിയർ ഫാമിലി അല്ലേ, എല്ലാവർക്കും മാനസിക സംഘർഷവും. അപ്പൊ ഇതൊരു റിലാക്സ്. എങ്ങനെ? പിന്നെ അന്നാമ്മച്ചേട്ടത്തിയെ പോലെ ഒരു VIP അടുക്കാൻ പറ്റിയ സമയവും. അത് നേരാണല്ലോ. അവൾ അന്നാമ്മച്ചേട്ടത്തിയെ 2 ദിവസം കൊണ്ട് വശത്താക്കും. സംസാരിച്ചിരിക്കാനുള്ള സമയമല്ല, അവിടെ അതിഥിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. മണിയാ, സ്വന്തം വീട്ടിൽ നമുക്ക് എങ്ങനെ കഴിയാം. വീടാലങ്കോലമായിട്ടിടാം, സാധനങ്ങൾ അവിടെ ഇവിടെ വെക്കാം. പക്ഷേ പുതിയൊരാൾ വരുമ്പോ ചിട്ട വരുത്തണം. പിന്നെ വീട് വലുതോ ചെറുതോ എന്നുള്ളതല്ല, അത് എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതിലാണ് ഐശ്വര്യം ഇരിക്കണേ. നല്ല ചന്തവും വൃത്തിയുള്ള വീട്ടില് കൂടുതൽ ദിവസം നിൽക്കാൻ ബിരുദവർക്ക് തോന്നും. പുതിയതായിട്ട് ഒരാൾ വരുമ്പോ നമുക്ക് അത് വീടിന് തന്നെ നിറവല്ലേ മണിയാ. ഇതെവിടെ ഇടണം? സാധനങ്ങളെല്ലാം കിട്ടിയോടാ മണിയാ? സകലത് കിട്ടി, എല്ലാം കിട്ടി സാറേ. അശോട്ടാ, അന്നാമ്മച്ചേട്ടത്തിക്ക് ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല.
അയ്യോ അന്നമ്മ ചേട്ടത്തി അയ്യോ, ആ. അശോക് എടാ, മണി ആ ഗേറ്റ് ഒന്ന് പോയി തുറന്നു കൊടുക്കാം. എന്താ വാ, വാ, നോക്കിയിരിക്കുന്നത്? വാ വാ. അശോട്ടാ. അത്യാവശ്യത്തിന് ഗേറ്റ് അടച്ചിട്ടേക്കും. ആ. നില്ലേ വാ വാ വാ. ആ വരട്ടെ വരട്ടെ. ആ ഇറങ്ങിയാട്ടെ ഇറങ്ങിയാട്ടെ. ആ പറഞ്ഞു ചേട്ടത്തി. ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറിയട്ടോ. അതിഥി ദേവതയോ ഭാവ. ആ ചെല്ലു. അയ്യോ എന്തൊരു സ്നേഹം നിങ്ങളെ കാണിക്കുന്നേ. ആജീവനാന്തം നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു വലിയ സ്നേഹം. അതിന്റെ തുടക്കം ഇതൊക്കെ. വലതുകാലം വെച്ച് കയറണം. ആ, ശരി, വരൂ. ശരി. ചേട്ടത്തി വരുന്ന പ്രമാണിച്ച് ഞങ്ങൾ വീടൊക്കെ ഒരുക്കി ഇട്ടിരിക്കുക. പോരാ, തീരെ ശരിയല്ല. ഛേ, ഒരു കലാബോധവും ഇല്ല. അല്ല, കലാബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടേണ്ടതാ. ഹാ, ഇതൊക്കെ വളരെ പഴയ സെറ്റിയാണല്ലോ മായേ. ഇതൊക്കെ മാറ്റി പുത്തൻ സെറ്റ് വാങ്ങിച്ചിടണ്ടായോ? ആ ഉടനെ മാറ്റുന്നുണ്ട്. അയ്യോ, ഞാൻ വന്ന് കുറ്റം പറയാണെന്ന് തോന്നല്ലേ? ഏയ് സത്യം പറഞ്ഞ എനിക്ക് വച്ചായനും വലിയ അതിശയമായിരുന്നു. പെട്ടെന്ന് എന്താ നിങ്ങൾക്ക് ഇങ്ങനൊരു തോന്നൽ വരാനെന്ന്. സാറിന്റെ ചേച്ചിയുടെ നല്ല മനസ്സ്. എപ്പോഴും സാറ് ചേച്ചിയും പറയും അന്നാമ്മ ചേട്ടത്തെ ഗസ്റ്റ് ആക്കണം ഗസ്റ്റ് ആക്കണമെന്ന്. ഒരേ കോളനിയിലുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ 1-2 ദിവസം ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നത് നല്ലതല്ലേ? ഒരടുപ്പം കൂടും. നേരാ, അശോകൻ പറഞ്ഞത് നേരാ. ആ, ചേട്ടത്തി വരൂ, മുകളിൽ മുറി ഒരുക്കിയിട്ടുണ്ട്. ആ, ബാഗ് ഞാൻ എടുത്തോട്ട് വരാം. ആ വരണം. ഇതാ ചേച്ചിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുക. അയ്യോ, ആ. എനിക്കിത് കിടക്കാൻ പറ്റത്തില്ലല്ലോ അശോക. ഈ മെത്തയെ എനിക്ക് പറ്റുകയില്ല. കുറച്ചും കൂടി സോഫ്റ്റ് ആയ, എന്നാ അത്രയ്ക്ക് സോഫ്റ്റ് അല്ലാത്ത മെത്ത വേണം. അതാ ആവശ്യം. വേണം 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 അശോട്ടാ. ആ റെഡിയാക്കാം റെഡിയാക്കാം. അത് വേണമായേ, എന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിഥി ദേവതയെ ഭവ എന്നല്ലേ വീട്ടിലെ ആപ്ത വാക്യം. ശരിയാക്കി കൊടുത്തേ പറ്റൂ. വാ വാ. അന്നമ്മ ചേട്ടത്തി, അന്നമ്മ ചേട്ടത്തി. ആഹാ, സുമയോ? എന്നാ സുമേ? അതെ, അന്നമ്മ ചേട്ടത്തിയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. എന്നാ? ഒന്ന് വന്നേ. ഞാൻ വരണോ? ആ വരാം. അന്നമ്മ ചേട്ടത്തി, ഞാൻ ഇപ്പഴാ അറിയുന്നേ. എന്ത്? ചാക്കോ ചേട്ടൻ സ്ഥലത്തില്ല, അന്നമ്മ ചേട്ടത്തി ഇങ്ങോട്ട് വന്നു എന്നൊക്കെ. ചേട്ടത്തി, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. അയ്യോ, അതിപ്പോ 1-2 ദിവസമെങ്കിലും ദേ, കഴിയാതെ. ഒന്നും പറയണ്ട. ചേട്ടത്തി ഇന്ന് തന്നെ വരണം. ദേ അന്നമ്മ ചേട്ടത്തി, നമ്മൾ തമ്മിൽ വളരെ മുമ്പേ ഉള്ള പരിചയമല്ലേ? ചിലരൊക്കെ കോളനിയിൽ ഇന്നലെ വന്ന് കയറിയവരാ. ചേട്ടത്തി എന്ത് പറഞ്ഞാലും ശരി, എന്റെ കൂടെ വന്നേ പറ്റൂ. എന്ന് വന്നവരാവട്ടെ, അന്നാമ്മ ചേച്ചി ഞങ്ങളുടെ ഗസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റിനെ വിട്ട് വരുന്ന പ്രശ്നമില്ല. ഓ, ഞങ്ങളെ കൊന്നിട്ട് അന്നമ്മ ചേട്ടത്തിന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ? അല്ല, സുമ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാനൊന്ന് പോകാം. ഞങ്ങളല്ലേ ചേട്ടത്തെ നിർബന്ധിച്ച് ആദ്യം ഇവിടെ കൊണ്ടുവന്നത്. അത് ശരിയാ. ഒരാഴ്ചയെ ചേട്ടത്തെ ഇവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങൾ ആലോചിക്കട്ടെ അങ്ങോട്ട് വിട്ടു തരണോ വേണ്ടേന്ന്. ദേ അന്നമ്മ ചേട്ടത്തി ആരെയും പൊതു സ്വത്തൊന്നും അല്ല. അന്നമ്മ ചേട്ടത്തി എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് അവകാശമുണ്ട്. പിന്നെ ആ, സുമേ, ഒരാഴ്ച ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വന്നേക്കാം. ഉറപ്പാണേ? ഉറപ്പ്, ഞാൻ വരാം വരാം. ശരി. ചേട്ടത്തി ഇപ്പൊ ഇങ്ങോട്ട് ശരി, വന്നേ. അന്നമ്മ ചേട്ടത്തി. ഞാൻ ആ, പറയുന്നത്. ശരി. പോടി അവിടുന്ന്, പോടി അവിടുന്ന്, പോ. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഇല്ലില്ല, അന്നമ്മ ചേട്ടത്തെ മനസ്സ് നിറഞ്ഞ ആഹാരം കഴിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. ആ അതെ അതെ, അത് കണ്ടാ മാത്രം മതി ഞങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ നിറയും. ചോറ്. അയ്യോ, രാത്രി ഞാൻ ചോറ് കഴിക്കത്തില്ല. ചപ്പാത്തി റെഡിയാ? ആ, ചപ്പാത്തി എനിക്ക് പിടിക്കുകയില്ല. അല്ല ചേട്ടത്തിക്ക് ഒരു കുറവുണ്ടായിരുന്നു കരുതി ഇവിടെ ഫുൾ പ്രിപ്പറേഷൻ റെഡിയാക്കിയിരിക്കുക. ആ, അല്ല ദോശമാവ് ഇരിപ്പുണ്ട്, ദോശ ഇടാം. ദോശന്ന് കേട്ടാ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അല്ല ചേട്ടത്തി സാറിന് രാത്രി എന്താ കഴിക്കാറ്? ഞാൻ അരിപ്പത്തിരിയാ. ഏ? അതും നമ്മുടെ സേട്ടുവിന്റെ കടയിലെ അരിമാവ് കൊണ്ടുണ്ടാക്കിയ അരിപ്പത്തിരി. എത്രയോ കാലമായിട്ട് അത് തന്നെയാ ശീലം. അമേരിക്കയിൽ വെച്ച് തുടങ്ങിയതാ. പത്തിരിയുടെ കൂടെ ഒരു സ്വല്പം മട്ടൻ കറി. ഇതെന്നതാ? ചിക്കനാ? ദാണ്ട ഫിഷ് മോളിയും ഫിഷ് കറിയും ഉണ്ട്, എടുക്കട്ടാ? എനിക്ക് പത്തിരിയും മട്ടനുമേ പിടിക്കത്തുള്ളൂ. ഒരു കാര്യം ചെയ്, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ കഴിച്ചോ.
ഒരു ദിവസം പട്ടിണി കിടന്നെന്നും വെച്ച് ആരും ചത്തുപോത്തൊന്നുമില്ല. ഭക്ഷണ സമയത്ത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വയറ്റിൽ ഗ്യാസ് കയറും. ആ. നല്ല അതെ, പോവല്ലേ? വിശപ്പുണ്ട്. അതെ ചേട്ടത്തി. മണിയാ, ഓ എന്ത് സാറേ? ആ സേട്ടുവിന്റെ കട അടച്ചിട്ടില്ലെങ്കിലേ പോയി പത്തിരി മാവും കുറച്ച് മട്ടണും വാങ്ങിച്ചോണ്ടോ. ആ. ആ ജംഗ്ഷനിലെ കോൾഡ് സ്റ്റോർ അടച്ചാണല്ലോ. ഇനി അഥവാ അടച്ചാലും ഞാൻ കുത്തി തുറന്ന് എടുത്തോണ്ട് തരാം. പൈസ ഒരു കാര്യം ചെയ്, ആ. നീ നിന്റെ തന്നെ കൊടു. അത് പ്രത്യേകിച്ച് പറയുന്നത് എന്തിന്? മണിയും പത്തിരി മാവ് കൊണ്ടുവന്ന 5 മിനിറ്റ് പത്തിരി റെഡിയാക്കണം. അശോകൻ എവിടെയാ പോകുന്നേ? എങ്ങും പോകുന്നില്ല, നിന്നെ വേണേ ഹെൽപ്പ് ചെയ്യാം. അല്ല അശോകേട്ടാ, നമ്മളൊരു വീട്ടിൽ വിരുന്നിന് പോകുമ്പോ ആ വീട്ടിലെ സൗകര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? എന്ന് ചോദിച്ചാ നമ്മളായിട്ട് അന്നമ്മ ചേട്ടത്തെ വിളിച്ചു വരുത്തിയതല്ലേ. ഹാ, എന്ന് വെച്ച് നമ്മൾ ഇത്ര സന്തോഷത്തോടെ ഓരോന്ന് തയ്യാറാക്കി വെച്ചിട്ട് എന്നിട്ട് ചേട്ടത്തി അതെല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒരു കൊച്ചു കുഞ്ഞിനെ ഊട്ടുന്ന പോലെ നമ്മൾ അന്നമ്മ ചേട്ടത്തെ ഊട്ടണം. മായേ, ആ തുടങ്ങി. മായേ, ആ നീ അങ്ങോട്ട് ചെല്ല്. അശോകൻ പോയി, എന്നെ കൂടെ വയ്യ. ഹാ, നീ കൂടെ വാന്ന്. എന്താ അശോകേട്ടാ? ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം എന്തൊരു ശബ്ദം. സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. നോക്കട്ടെ. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. ആര് നട്ടാപ്പതിരക്ക് ബഹളം ഉണ്ടാക്കണെ? സന്തോഷിപ്പിക്കുന്നു. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, ഇരിക്ക്, അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയം. ഇരിക്ക്. നഗരത്തിൽ താമസക്കാരുള്ളതല്ലേ, നമുക്ക് കിടന്നുറങ്ങുകയൊക്കെ വേണ്ടി. രാവിലെ നമുക്ക് ജോലിക്കൊക്കെ പോകണ്ട, ഉറങ്ങെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റൂ. ആരാ ഇങ്ങനെയുണ്ടോ മനുഷ്യർ? അവർക്ക് അവരുടെ കാര്യം മാത്രമാണ് നോക്കേണ്ടത്. ആരാ അപ്പുറത്തെ ബഹളം ഉണ്ടാക്കുന്നത്? അത് ചേട്ടത്തിയുടെ ബൈബിൾ വായന കേട്ടിട്ട് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ബേളം വയ്ക്കുക. ഈശോ, ഇതെന്റെ ശീലവാ. രാത്രി 1 മണി വരെ ഞാൻ ബൈബിള് വായിക്കും. മണി 12:30 ആയുള്ളൂ, ഇനി 1.5 മണിക്കൂർ കൂടി. ആ അത് തന്നെയാ. നമുക്ക് രാവിലെ കാലത്ത് വായിച്ചാ പോരെന്നോ? എന്റെ ഈശോ, നന്നായി. പാതിരാത്രിയിലാ മനുഷ്യന് ഏകാഗ്രത കിട്ടുന്നത്. ആ സമയത്ത് ആ പാട്ടുകാർ സാധകം ചെയ്യുന്നതും എഴുത്തുകാർ എഴുതുന്നതും ഒക്കെ ഈ സമയത്താ. അല്ല, അത് മറ്റുള്ളവർക്കൊരു ശല്യമാവാതെ. ആർക്കാ ഇത്ര ശല്യമായത്? അല്ല, അത് ഞാനിപ്പൊ തീർത്തു കൊടുക്കാം. അല്ല, ഇവിടെ മറിക്ക്. ആർക്കാ അല്ല, ശല്യമായത്? അത് നമ്മൾ DSP കരുതരാജ് സാറിന്റെ. ബൈബിള് വായിക്കുന്നത് ശല്യാന്ന് പറഞ്ഞവരെ എനിക്ക് അല്ല, ഇപ്പൊ കാണണം. ആ, മറിക്ക്, മറിക്ക്. ഇവിടെ വിട്. ചെറുത് പോരുത്. നീ നേരത്തെ എണീറ്റോ? അവരിവിടെ ഉള്ളതുകൊണ്ട് താമസിച്ചുണരുന്ന മോശമല്ലേ? ഞാനൊന്ന് കണ്ണടച്ചപ്പോ മണി 3 ഞാൻ 4 മണിക്കാ ഉറങ്ങിയത്. കൃത്യം 5 മണിക്ക് തന്നെ ഉണരേണ്ടി വന്നു. എന്താ ഒരു ആലോചന? അബദ്ധാവോ? എന്ത്? അല്ല, അന്നാമ്മച്ചടുത്തെ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. മായേ, എന്താ അടുത്തേ? എണ്ണ തരൂ, കുളിക്കട്ടെ. ഇപ്പൊ കൊണ്ടുവരാം. അയ്യേ, ഇതെന്നാ? ഈ എണ്ണയാണോ നിങ്ങൾ ഇവിടെ തലയിൽ തേക്കുന്നേ? അതെ. എന്തേ? അയ്യേ, സംഗതി കുഴയവല്ലോ. എന്താ കുഴപ്പം? എനിക്ക് നവരത്ന കേരതൈലം തന്നെ വേണം തലയിൽ തേക്കാൻ. ഇല്ലെങ്കിൽ എപ്പോ തലവേദന വരും? അല്ല, അതിപ്പോ ഞാൻ. എന്താ അതിപ്പോ? ചേട്ടത്തി പറയുന്ന തൈലം എവിടെ കിട്ടും? അയ്യോ, ഇതങ്ങനെ എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല. ജംഗ്ഷനിലെ ആ സിറ്റി ജ്വല്ലറി ഇല്ലേ? ജ്വല്ലറി കിട്ടുവോ? ഹാ, ഞാൻ മുഴുവൻ പറയട്ടെ. ആ ജ്വല്ലറിയുടെ തൊട്ട് ഇടത്തോട്ടൊരു വഴിയുണ്ട്, താറിടാത്ത വഴി. കണ്ടുപിടിക്കാൻ പറയാം. ആ,
അതിലേക്കൂടെ ഒരു 1.5 കിലോമീറ്റർ ചെല്ലണം. അപ്പൊ വലത്ത് വശത്തായിട്ട് ഒരു 2 നില കെട്ടിടം കാണും. അവിടെ കിട്ടുവോ? ഈശോ, അവിടെങ്ങും പോയി കേറിയേക്കല്ലേ. കടിക്കുന്ന 5-8 പട്ടിയുള്ള വീടാ. ഇന്നാളൊരിക്കൽ ഞാൻ അവിടെ പോയപ്പോ ഉണ്ടല്ലോ. ചേട്ടത്തി, തൈലം. ആ ശരിയാ, തൈലം. ആ വീടിന്റെ തൊട്ടു പുറയിലായിട്ട് ഒരു പഴയ ഓലപ്പരയുണ്ട് കേട്ടോ. നാരായണ വിലാസം വൈദ്യശാല എന്നാ പേര്. അവിടെ മാത്രമേ ഈ തൈലം കിട്ടത്തുള്ളൂ. ഞാൻ അശോകനോട് പറയാം. അയ്യോ, ഒന്ന് വേഗം വേണേ. എണ്ണ കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ. ഇതൊന്ന് പിടിച്ചേ. വല്ല അടുക്കള ഇരിപ്പുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് വിശക്കുന്നു. തൈലം കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിച്ചേക്കാം. ആ അശോക് സാറേ, ഇതെവിടെ പോയിട്ട് വരുന്നേ? മണിയനോ? ഏ? നവരത്ന തൈലം. ഏ? 8 പട്ടിയുള്ള വീടിന്റെ പുറകില് നാരായണ വിലാസം വൈദ്യശാല. നവരത്ന കേശ തൈലം. ഓ ദൈവമേ, മനുഷ്യൻ എന്തെങ്കിലും വരാ എത്ര നേരം വേണം? എനിക്ക് വട്ടൊന്നുമില്ലടാ. പിന്നെ നവരത്ന കേശ തൈലം. അത് തേച്ച് അന്നമ്മച്ചേട്ടത്തി കുളിക്കൂ. ഓ അല്ലെങ്കിൽ തലവേദന എടുക്കും, തല പൊട്ടുകയും ചെയ്യും. ഡേ മണിയാ, ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിൽ വരുന്ന ഗസ്റ്റ് ചില മര്യാദകളൊക്കെ പാലിക്കണ്ടേ? അതിപ്പോ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാ സാറേ? ഇതിപ്പോ ഉള്ള സ്നേഹം കൂടി ഇല്ലാതാക്കുന്ന ഏർപ്പാടായി പോയല്ലോ. അടുത്ത ബന്ധുക്കളോടും അടുത്ത സുഹൃത്തുക്കളോടും അല്ലാത്ത ആൾക്കാരോട് അല്പ അകലെ പാലിക്കണമെന്ന് ബുദ്ധിയുള്ളവർ പറയുന്നത് ഇതുകൊണ്ടായിരിക്കും സാറേ. ഈ അന്നാമ്മ ചേട്ടത്തി ഇവിടെ കയറി വന്നിരിക്കുന്നത് അവരുടെ ശീലങ്ങളുമായിട്ടാണ്. മറ്റൊരു കുടുംബമാണ്, ആ കുടുംബവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണോന്ന് അവർക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഏത് സമയത്താണെന്തോ എനിക്ക് കുബുദ്ധി തോന്നിയത്. സാർ ഒരു കാര്യം ചെയ്യും, ഈ സാധനമായിട്ട് വീട്ടിലേക്ക് വെക്കോ. ഞാൻ തൈലവും വാങ്ങിച്ചോണ്ട് ഉടനെ അങ്ങ് എത്തിക്കോളാം. പറഞ്ഞ പച്ചക്കറികളൊക്കെ കിട്ടിയോടാ? ആ പിന്നെ ദാ പയറ്, പാവല്, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൊണ്ട് ചെല്ലുമ്പോ ഇതെല്ലാം കൂടെ മാറി മാറി പരിശോധിച്ചിട്ട് അവര് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാവോ? എന്താ? കാന്താരി മുളക് ഇല്ലേ എന്ന്. സാറ് പറഞ്ഞാൽ മതി, ഇന്ന് ചന്തയിൽ കാന്താരി മുളക് ഇല്ലെന്ന്. ദാ അങ്ങോട്ട് പിടിച്ച ദാ, ഞാൻ പോയി നവരത്ന കേര തൈലം കുളിക്കാൻ വാങ്ങിച്ചോണ്ട് വരാം. സാറ് പോ. തൈലത്തിലെ കുളിച്ചു. ഇതെന്താ ഇങ്ങനെ? വെള്ളം ചൂടാക്കുവാ. ആർക്ക്? അന്നമ്മ ചേട്ടത്തിക്ക്. കുടിക്കാനോ? കുടിക്കാനല്ല, കുളിക്കാൻ. ഗ്യാസ് ചൂടാക്കാൻ വരുന്നില്ലേ? അതറിയത്തില്ലേ? വിറകടുപ്പിൽ ചൂടാക്കിയ വെള്ളത്തിൽ കുളിച്ചാലേ തലയ്ക്ക് പിടിക്കൂന്ന്. അശോകേട്ടാ, അവരെ ഇങ്ങോട്ട് വിളിച്ചത് അബദ്ധമായി. ഇതല്ലേ ഇപ്പൊ പറയാൻ പോകുന്നത്? ആർക്കാ അശോക അബദ്ധം പറ്റിയേ? അന്നമ്മച്ചേട്ടത്തി ജീവിതത്തിൽ ഓരോ ബന്ധപ്പാടുകളെ അതിനെപ്പറ്റി പറയായിരുന്നു. അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അശോക, അതെ അല്ലേ? അതെ അതെ. അശോക് സാറേ, അശോക് സാറേ, മറ്റേ തൈലം കിട്ടി കേട്ടോ. അയ്യോ, ഇനി ഒന്ന് കുളിക്കാം. അയ്യോ, ഇതെന്നാ തൈലമാ? മറ്റേ കൂശ്മാണ്ട തൈലം. അയ്യോ, കൂഷ്മാണ്ട തൈലം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് അയ്യോ, ഞാൻ ഞാൻ പറഞ്ഞത് ഇതൊന്നും കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞത് നവരത്ന തൈലം മേടിക്കാനല്ലേ, നവരത്ന തൈലം മേടിക്കാനല്ലേ പറഞ്ഞത്. എന്റെ കർത്താവേ, ഞാൻ പറഞ്ഞതാ. എന്നെ ഇതുങ്ങളെല്ലാം കൂടെ അതെ അശോക് സാറേ, അതെ അശോക് സാർ പറഞ്ഞതാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത്. പോയാ ഇങ്ങ് വാ. എന്ത്? നീ എന്തുണ്ടാ വാങ്ങിച്ചോണ്ട് കൊടുത്തത്? എഞ്ചിൻ ഓയില്. ഇടാ മഹാഭാവി, നശിപ്പിച്ചല്ലോടാ. എഞ്ചിൻ ഓയിലാണോടാ തല തേക്കുന്നത്? ചാവട്ട്. ഈശോ, ഭവാനി, ഭവാനി, ഇങ്ങോട്ട് വന്നേ. അല്ല ചേച്ചി ഇവിടെ? ആ, 2 ദിവസത്തേക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നേ. വാ, കേറി വാ. ഇരിക്കെ, ഇങ്ങോട്ടിരിക്കെ. എന്നതാ കുടിക്കാൻ വേണ്ടേ? ചായയോ കാപ്പിയോ? മണി 12 ആയില്ലേ? ഓ, സമയം പോയത് അറിഞ്ഞതേ ഇല്ല. എന്നാ പിന്നെ ചോറുണ്ടേച്ചും പോവാ. വേണ്ട, അത് അവർക്ക് ഓ, ബുദ്ധിമുട്ടാവും. അവർക്ക് എന്നാ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അശോകനെ മായ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. 2 പേരും എനിക്ക് മക്കളെ പോലെയാ. അശോക, മായ എന്തേ മോനെ? അടുക്കളയിലുണ്ട്. ഇവരൊക്കെ എന്റെ പഴയ ജോലിക്കാരിയുടെ മക്കളാ. കണ്ടാ പറയില്ല. നമ്മളിപ്പോ കണ്ടിട്ട് എത്ര വർഷമായി കാണും? ഒരു 4-4.5 വർഷം. ഏയ്, 4.5 ഒന്നുമല്ല. ഞാനും അച്ചായനും അമേരിക്ക പോകുന്നതിന് മുമ്പ് കണ്ടതാ. ഒരു 5 വർഷമെങ്കിലും കഴിഞ്ഞു കാണും. കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാനോ? അവരിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടേ പോന്നുള്ളൂ. ഞങ്ങൾക്ക് പോണം ചേച്ചി. പിന്നെ ഒരു ദിവസം സൗകര്യം പോലെ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാം. ഇതും എന്റെ വീട് തന്നെയാ. നിങ്ങളെ ഒന്ന് ചോറുണ്ണാതെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലേ അശോക? അതെ. 2 പേരും ഇറച്ചി മീനും ഒക്കെ കഴിക്കുന്നവരാണല്ലേ? അശോക, ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ മീനുണ്ട്, ഉണക്കമീനാ. അയ്യേ, ഭവാനിയും ഭാനുമതിയും ഒക്കെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുമ്പോഴേ ഉണക്കമീനും കൂട്ടി എങ്ങനെ ചോറ് കൊടുക്കുന്നേ?
അത് മോശമായിപ്പോയി. ഇന്ന് വിഭവസമർത്ഥമായിട്ട് ചോറുണ്ടിട്ടേ അവര് പോന്നുള്ളൂ. അശോക, മായയോട് പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനുണ്ടാക്കി ഊണ് റെഡിയാക്കാൻ പറഞ്ഞു. പറ. അനുസരണയുള്ള കൊച്ചുങ്ങളാ. തൊള്ളേനെ ഞാൻ മായേ, ഒന്ന് രണ്ട് ഗസ്റ്റ്. അശോടെ ശരിയാവില്ല കേട്ടോ. പതുക്കെ. എനിക്ക് വയ്യ ഈ വഴിയെ പോകുന്നവർക്ക് സത്യം ഉണ്ടാക്കി കൊടുക്കാൻ. ദേ 2 ദിവസം ആ കിഴവിയുടെ താളത്തിനൊത്തുള്ളി എന്റെ നാട് മുടിഞ്ഞു. അല്ല, നമ്മള് വലിയ കാര്യത്തിന് 2 ദിവസം നിർത്താന്ന് വെച്ചപ്പോ. ഇതാ ഞാൻ പറയുന്നത്, അടുത്ത സുഹൃത്തുക്കളോട് പോലും ഒരകലം പാലിക്കണമെന്ന്. അഥവാ അടുത്താ തന്നെ അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ പാടുള്ളൂ. ആ സത്യം എനിക്കിപ്പോ ബോധ്യായി. എന്തായാലും തൽക്കാലം സഹിച്ചേ പറ്റൂ. കിളവിക്ക് വായിക്കരിടാൻ ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരാം. അശോകേട്ടാ, 2 ദിവസം കൂടി കഴിഞ്ഞാ ഞാൻ ചിലപ്പോ ജീവനോടെ കണ്ടൊന്നും വരില്ല. ജോലി ചെയ്തത് ഞാൻ ചത്തുപോവും. ദേ, എങ്ങനെയും ഈ തല ഒഴിവാക്കി പറ്റൂട്ടോ. സുമയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാലോ? എന്തെങ്കിലും സൂത്രം കാണിച്ച് അന്നമ്മച്ചേടത്തിന് സുമയുടെ വീട്ടിലേക്ക് എത്തിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്താൽ പറ്റും.